പരമഗുരവേ നമഃ. സുപ്രഭാതം. 1480 ദിവസമായ ഇന്ന് 2025 ജൂൺ മാസം 3 തീയതി ചൊവ്വാഴ്ച. 1200 ആണ്ട് ഇടവമാസം 20 തീയതി. ഗുരുവചനങ്ങളിലൂടെ ലൗകികവും ആത്മീയവും രണ്ടും രണ്ടല്ല. അവ രണ്ടും വാസ്തവത്തിൽ ഒരേ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ശരീരത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവൃത്തിയിൽ ശരീരം സുഖം അനുഭവിക്കുന്നു. അതുപോലെ മനുഷ്യ സമുദായത്തിൻ്റെ പരമലക്ഷ്യമായ സുഖപദത്തെ പ്രാപിക്കാൻ ആത്മീയമായും ലൗകികമായുമുള്ള സർവവിധ ഏർപ്പാടുകളെയും ഏകോപിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ അനുസ്മരണം എന്ന് വിവരിക്കുന്നതിൻ്റെ 4ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കൊച്ചിയിലും തിരുവിതാംകൂറിലും ഗ്രാമവാസികൾ ഹൃദയസ്പൃക്കായ ആദരവോടുകൂടി ഗുരുവിനെ സ്വീകരിച്ചു കൊണ്ടുപോയി. അവിടുന്ന് കടന്നു പോകേണ്ടുന്ന തെരുവുകളെല്ലാം അവർ തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചിലപ്പോൾ വളരെ ദീർഘമായ ഘോഷയാത്രകൾ നടത്തുകയും ചെയ്തു. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ദക്ഷിണ ഗുരുവിൻ്റെ പാദത്തിൽ വച്ച് നമസ്കരിച്ചു. ചിലർ നൽകിയത് അവിടുന്ന് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ചിലർക്ക് തന്നതിലൊരു ഭാഗം അവിടുന്ന് മടക്കി കൊടുത്തു. ഇനിയും ചിലരുടേത് തീരെ വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. വേറെ ചിലർ ന്യായമായി എന്ത് തുക കൊടുക്കണമെന്ന് അവിടുന്ന് തന്നെ നിർദ്ദേശിച്ചു. വരാൻ പോകുന്ന സംഭവത്തിനു വേണ്ടി അവിടുന്ന് തയ്യാറെടുക്കുകയായിരുന്നു. അരുവിപ്പുറത്തെ ആശ്രമവും വർക്കല സ്ഥാപിച്ച ഇംഗ്ലീഷ് സ്കൂളും സ്വന്തം കാലിൽ നിന്നുകൊള്ളുമെന്ന് അവിടുന്ന് കരുതി. ഗുരുവിൻ്റെ അന്തിമമായ അനുഗ്രഹം ആവശ്യമായി തീർന്നത് അവിടുത്തെ സംസ്കൃത ശിശുവിനാണ്. ബാലാരിഷ്ടതകൾ കഴിഞ്ഞിട്ടില്ലാത്ത ആ സ്ഥാപനത്തിനാണ് ഗുരുവിൻ്റെ ഏറ്റവും അന്തിമമായ ശ്രദ്ധ ലഭിച്ചത്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.